ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച, ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് തോറാനിയായിരുന്നു, നമ്മളുടെ 3 പേരുടെ ഫീസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും തോറാനിയുടെ അന്ന് ശരിക്കും പറഞ്ഞാൽ മഴ നിർത്താണ്ട് പെയ്യുന്ന പറഞ്ഞാൽ നിർത്താണ്ട് പെയ്തില്ലെങ്കിലും നല്ല ഇടിവെട്ടും മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ 3 പേരക്കുട്ടികളും അപ്പാപ്പനും കൂടിയിട്ട് ടി വിയുടെ മുമ്പിലാണ്. അപ്പം അപ്പാപ്പന് ടി വിയിൽ ന്യൂസ് കാണാനൊന്നും സമയമല്ല പറ്റില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പോൾ അവർ കാലത്ത് ഇപ്പോൾ സ്കൂളിൽ പോണവരെ പ്ലേ സ്കൂളിൽ പോണവരെയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പാപ്പൻ സഹിച്ച് അവരെ 3 ആളെയും കൊണ്ട് അവിടെ ഇരിക്കാനായിട്ട്. പിന്നെ വലിയ ശല്യമല്ലേ, 3 അവിടെ കിടന്നോളും. അപ്പോൾ അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തന്നെ മഴയുണ്ട് കണ്ടോ. അപ്പോൾ നിറച്ച് ചവറാണ് കേട്ടോ, ഫുൾ ചവറാണ്, മുറ്റത്ത് മുഴുവൻ ചവറാണ്. അപ്പോൾ ഇന്ന് ഡിവൈൻ പറഞ്ഞു ഇനി കുട്ടികളെ ഇറങ്ങിയിട്ട് വേണം അത് അടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ മഴയത്ത് അത് അടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നിവൃത്തിയില്ല, കാരണം അത് ചീഞ്ഞ് ആ വെള്ളം കെട്ടി ആ ഇലയുടെ ചുറ്റും നിൽക്കുക. പിന്നെ ഇപ്പം കൊതുകുള്ള സമയമല്ലേ, അപ്പം നമ്മൾ ഉണ്ണികളുള്ള കാരണം നമ്മളത് നല്ലോണം ശ്രദ്ധിക്കണമല്ലോ. അപ്പം മാക്സിമം പറ്റാവുന്ന ദിവസമൊക്കെ നമ്മളത് അടിച്ച് മാറ്റൂട്ടോ അവിടെ നിന്ന്. അങ്ങനെ ഇവർ പതുക്കെ ഓരോരുത്തർ പോകേണ്ട കാര്യങ്ങൾക്ക് റെഡിയായി തുടങ്ങി. അപ്പോൾ ഇന്നൊക്കെ നേരത്തോടെ എണീറ്റുണ്ട്, അല്ലെങ്കിൽ ഒക്കെ കുറേശ്ശെ ലേറ്റായിട്ട് എണീക്കും. ഇന്ന് എല്ലാവരും നേരത്തെ എണീറ്റുണ്ട്. അപ്പോൾ അമ്മമാരൊക്കെ കിച്ചണിലാണ്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് 1-2 മെസ്സേജ് വന്നു. എനിക്കിന്നല്ല, ഡിംപിളുടെയിലും ഡിവൈൻ്റെയിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണ് 2 കുട്ടികൾക്ക് 2 തരം ഫുഡ് പാക്ക് ചെയ്യണേന്ന് ചോദിച്ചിട്ട്. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സംഭവങ്ങൾ തിന്നാറായിട്ടില്ല. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള അവരെന്താണോ തിന്നുന്നത് ആ സാധനം വെച്ച് കൊടുക്കാനാണ് സ്കൂളിൽ നിന്നും അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ഫുഡാണ് ഇഷ്ടം. തോമുവിനെ സംബന്ധിച്ച് അതങ്ങനെ അത്ര വലിയ ഇഷ്ടമുള്ള സംഭവമല്ല, അവനങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിക്കുകയില്ല. അപ്പോൾ 2 ആളും 2 ടേസ്റ്റാണ്, എല്ലാം കൊണ്ടും 2 തരത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കിച്ചണിൽ എല്ലാവർക്കും ഒരേ ഫുഡും കാര്യങ്ങളാണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ കൊടുത്തയക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അങ്ങനെ നമ്മുടെ ചാക്കോച്ചിയുടെ ഒരു പൊട്ടൊന്ന് തെറ്റിപ്പോയതാണ്. അപ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു ഞാനും. അപ്പോൾ ഞങ്ങൾ ചേട്ടന്മാർ പോണത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തോമുവിൻ്റെ പേര് കുറേ പേർക്കൊന്നും അറിയില്ല. അവൻ്റെ പേരാണ് ഇവാൻ തോമസ് കേട്ടോ. ഇവാൻ തോമസ് ഡോൺ എന്നാണ് അവൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ പോകുന്ന ദിവസം പാച്ചുവിൻ്റെ എല്ലാ ദിവസവും ഫോട്ടോ എടുക്കും, നമ്മളുടെ ആൻസർ അയച്ചു കൊടുക്കാൻ. പിന്നെ തോമുവിൻ്റെ ഫോട്ടോ എടുക്കും, ഡോൺ സ്റ്റാറ്റസ് ഇടാൻ. പക്ഷേ ഇവരൊന്ന് നിന്ന് കൊടുത്തിട്ട് വേണ്ടേ. അപ്പോൾ 2 ആളെയും കൂടി കുറേ നിർത്താൻ നോക്കും, പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരിവിടെ ഇങ്ങനെ എന്താ പറയുക നിൽക്കാണ്ടാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷേ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും മാം അയക്കുമ്പോൾ കാണാം 2 പേരും ഭംഗിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ചേട്ടൻ ബാഗ് ഇട്ടപ്പോൾ അനിയനും ഒരു പുതിയ ബാഗ് ഇടണമെന്ന് അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ട് ബാഗ് ഇട്ടിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ചേട്ടനും അനിയനും പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ആ ഒരു അച്ചടക്കവും ഇതും കാരണം ഇവർക്ക് ഇവിടെ നിന്ന് നമ്മൾ വിചാരിക്കും ഇവരൊന്നും തിന്നില്ല എന്ന്. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഭയങ്കര മിടുക്കരായിട്ടാണ് കേട്ടോ തിരിച്ചു വരിക. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ശരിക്കും ഇപ്പോൾ 1 മാസം കഴിഞ്ഞല്ലോ അവർ പോയിട്ട്. അപ്പോൾ പാച്ചു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാൻ നിൽക്കണം. എന്നിട്ട് അമ്മേനെ പറ്റിക്കുക, അമ്മ എന്ന് പറയുന്നത് ഡിവൈൻ കേട്ടോ. അപ്പോൾ 2 പേരും മാറി നോക്കി. തോമുവിൻ്റെ 1-2 ഫോട്ടോ കിട്ടി ഇറങ്ങുന്ന സമയത്ത് പാച്ചുവിൻ്റെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പാച്ചുവിൻ്റെ കുട്ടികളുടെ വീഡിയോസ് എടുക്കാൻ നല്ലത്, അവരങ്ങനെ നിന്ന് തരില്ല എന്ന് പറയും. എന്നാലും അവർ മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസത്തെയും ഫോട്ടോസ് അല്ലെങ്കിൽ ഓരോ ഡ്രസ്സും എല്ലാവരും പിന്നീട് കാണുമ്പോഴാണ് നമുക്ക് അയ്യോ ഇതന്ന് അങ്ങനെ ഉണ്ടായ ഡ്രസ്സ്. അതൊക്കെ ഡിംപിൾ പറയണ പോലെ ഞാൻ ചെറുപ്പത്തിൽ എനിക്കിതിൻ്റെ ഭയങ്കര ഒരു പ്രാന്തായിരുന്നു, കുട്ടികളുടെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അന്ന് നമ്മളുടെ കയ്യിൽ ക്യാമറയാണ്, ഫിലിം ഇട്ട് എടുക്കണ ക്യാമറയാണ്. അപ്പോൾ പോൾ സാൻഡയിൽ കൊടുത്തിട്ട് അത് പിക്ചറാക്കി കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള സംഭവം. പിന്നെ അത് മറ്റേ ലാപ്ടോപ്പിലേക്ക് ഇടലായി. അങ്ങനെ മാറി ഇപ്പോൾ ഫോണിൽ നമ്മൾ അപ്പാപ്പ് എടുക്കലായി, സെൻഡ് ചെയ്യലായി. അങ്ങനെ കാലഘട്ടം മാറി. അങ്ങനെ ഇന്ന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സാമ്പാറിൻ്റെ റെസിപ്പി ഡിവൈൻ കാണിച്ചു തന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ, അതന്നെ ചമ്മന്തിയും. അങ്ങനെ എല്ലാവരും പോയി. ഞാൻ നമ്മുടെ നടയിലത്തെ വിളക്ക് മെഴുതിരിയൊക്കെ കെടുത്തി കിച്ചണിൽ വന്നു. അപ്പോൾ ഡിവൈനും മോനും മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് ഒതുക്കിയതിന് ശേഷം ആവാം ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയപ്പോൾ ഇന്നേക്കുള്ള മീൻകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ എന്തുട്ടാ ഇത് ആ കുട്ടികൾക്ക് വറുത്ത നഗറ്റ്സൊക്കെ വറുത്തതിൻ്റെ സംഭവം കേട്ടോ. ഇത് ഇന്നൊക്കെയുള്ള മീൻകറിയാണ്, അടിയിൽ ബീഫിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഉച്ചയിലത്തേക്കുള്ള സംഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ദേ നമ്മളുടെ ചെയറും നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനിരുന്നു. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ ഇപ്പം മെയിൻ പണി ഇതേ അപ്പുറത്ത് നിന്നിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് വലിക്കാൻ നോക്കലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വിചാരം ഗ്ലാസിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പിടിച്ചാൽ ഇതൊക്കെ കിട്ടുന്ന. അപ്പോൾ ഫുൾ ടൈം എൻ്റെ ചുറ്റുമാണ്. അപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, എൻ്റെ ബിസിനസ് നിന്നെ ഏൽപ്പിക്കാടാ. അപ്പോൾ അവൻ്റെ ഈ ബിസിനസ് നിന്നെ ഏൽപ്പിക്കുക. ഒരു ബിസിനസ് അപ്പയെ ഏൽപ്പിച്ചു. അപ്പം ഡോണ തോമൂനാണെങ്കിൽ വണ്ടിപ്രാന്ത. അപ്പം ഞാൻ പറയും, ഒരാൾക്ക് വണ്ടിയുടെ ബിസിനസ്സും ഒരാൾക്ക് ഇതിൻ്റെ ബിസിനസ്സും ആവാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തമാശയ്ക്ക് പറയട്ടെ. കാരണം ഇവന് ഫുൾ ടൈം ഇവനങ്ങനെ വണ്ടിയോടല്ല, ഇവന് ഫുൾ ടൈം ഈ ഓർണമെൻറ്റ്സിൻ്റെ ചുറ്റും കിടന്നിട്ടുള്ള കളിയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷൻ നമ്മളുടെ താലിയാണ് കേട്ടോ. അപ്പോൾ താലി മാത്രമല്ല, ആലിലയിലെ കൃഷ്ണൻ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ എനിക്കിത് താലിയുണ്ട്, ഇതുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിച്ച് കാണിക്കുന്നു എന്നുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും എനിക്കങ്ങനെ വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു പോകണുള്ളൂ. ഇത് ദേ ആലിലയിലെ കൃഷ്ണൻ കണ്ടോ. ഇതിപ്പുറത്ത് വെറുതെ അതിൻ്റെ ആ ഒരു എംബോസിങ്, അതിൻ്റെ ആ ഒരു സംഭവമാണ് കേട്ടോ. ഇത് രണ്ടും ഒന്നാണ്. ഇത് ഓം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ പ്ലെയിനാണ് കേട്ടോ. ഇത് സെയിമാണ് ഇതും. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ മാലയമ്മയ്ക്ക് ഇടണ്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ട ബാക്കിൽ ഇങ്ങനെ. അപ്പോൾ ഇത് മൂന്നും അതാണ്. ഇനി ഇത് ചന്ദ്രകലയും നക്ഷത്രമാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ സംഭവം. ഇതൊരു പാറ്റേൺ. ഇത് അതിനേക്കാളും ഒരു സ്വല്പം വലിപ്പം കൂടുതലുള്ള പാറ്റേൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇത് വീണ്ടും ഓം ഇനാമലിൽ വരുന്ന ഓമാണ്. ഇത് ബാക്ക് പ്ലെയിനാണ്. ഇത് ഓം. ഇത് രണ്ടും സെയിമാണ്, പക്ഷേ ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം. ഇത് ചെറുതായിട്ട് ഓം തന്നെ. ബാക്ക് ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള ഓമാണ്. ഇതും അത് തന്നെ, ഡിസൈനിലൊരു ചെറിയ വ്യത്യാസം കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഇതേ സംഭവം ഇതിങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബാക്ക്. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ക്രിസ്ത്യൻ താലികളാണ്. 1, 2 ഇത് മൂന്നാമത്തെ പാറ്റേൺ. 2 പാറ്റേണാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. ഒന്ന് ഈ 3 ഒരുപോലെയും പിന്നെ ഇത് രണ്ടാമതൊരു പാറ്റേൺ. അങ്ങനെ 3 പാറ്റേണാണ് ഉള്ളത്. അല്ല, 2 പാറ്റേൺ, 3 ഒരുപോലെയും പിന്നെ ഇത് ഒരെണ്ണം, 3 പാറ്റേൺ. ഇത് വീണ്ടും വേറെ ഇങ്ങനെയുള്ളത് കണ്ടോ, പൊള്ളയായിട്ടുള്ള സംഭവം. അപ്പോൾ ഇതാണ് നമ്മളുടെ താലിയുടെ സെക്ഷൻ. ഇതൊക്കെ താലിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ സെക്ഷൻ ഞാൻ ഇങ്ങനെയാണോ ഒന്നിച്ച് വെച്ചിരിക്കണേ. അടുത്തത് നമ്മളുടെ കുരിശാണ് കേട്ടോ. ഇത് നല്ല കനമുള്ള കുരിശാണ്. അപ്പോൾ നമ്മളുടെ ഡോൺ മുമ്പ് ഇങ്ങനത്തെ മാത്രം ഉപയോഗിച്ചിരുന്നത് കണ്ടോ. നല്ല കനമുള്ള കുരിശ്. ഈ ചെറിയ മാലകൾക്കൊക്കെ ഭംഗിയിലിടാവുന്ന ഒരു കുരിശ്. നമ്മളൊരു 6 പിടിയുടെയൊക്കെ കഴുത്തിലിടില്ലേ, അവിടെ ഈ ഒരു കുരിശും കൂടി ആകുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ഫുൾ സ്റ്റോൺസാണ്. കണ്ടോ, AD സ്റ്റോൺസാണ് കേട്ടോ. ഫുൾ സ്റ്റോണാണ്. പിന്നെ ഇത് സാധാരണ നമ്മൾ കുരിശ്. ഇത് രൂപമൊന്നുമില്ലാത്ത നോർമൽ കുരിശ്. ഇത് നമ്മുടെ ഡോണിൻ്റെ കളക്ഷനിലുള്ള ഡോണിൻ്റെ ഫേവറേറ്റ് കുരിശാണ് കേട്ടോ. ഇതിങ്ങനെ അവനൊരിടയ്ക്ക് ഭയങ്കര ക്രേസായിരുന്നു ഈ കുരിശുകൾ മാറിയിടാന്നുള്ളത്. ഇപ്പം പിന്നെ അപ്പനൊക്കെ ആയതിന് ശേഷം ആ ഒരു അത് മാറിയിട്ട് ഇപ്പോൾ വണ്ടിയൊക്കെ ആയി. എൻ്റെ വണ്ടി ഇപ്പോൾ വേറെ കുരിശാണ്. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണ്ണ കുരിശല്ലാണ്ട് ഇങ്ങനത്തെ ഇങ്ങനെ മാറി ഇടലായിരുന്നു അവൻ്റെ മെയിൻ ഹോബി കേട്ടോ. അപ്പോൾ ഞാൻ പറയും ഞങ്ങളുടെ മോഡലാന്ന് പറയും. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ കുരിശ് പെർമനൻ്റായിട്ട് ഇട്ടു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഈ 4 കുരിശ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വേറെ. ഇത് കുഞ്ഞേ ഒരു കുരിശാണ് കേട്ടോ, കൊച്ചു കുരിശാണ്, ഒരു കെട്ടൊക്കെ ആയിട്ടുള്ള ഒരു കുരിശ്. ഇത് വേണമെങ്കിൽ താലി എന്ന് പറയാം. പക്ഷെ നമ്മളങ്ങനെ താലിയായിട്ട് ക്രിസ്ത്യൻസ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും അവർ ഇടണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുരിശായിട്ടാണ് വന്നേക്കുന്നത്. ഇത് എനാമലാണ് കേട്ടോ, അല്ലാണ്ട് ഇത് മറ്റേ പാലക്കയുടെ സംഭവമൊന്നുമല്ല. ഇത് വെറും എനാമലാണ് കേട്ടോ, ഇനാമൽ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കുരിശ്.
ഇതുപോലൊരു ചെറിയ ഡിസൈനായിട്ടുള്ള കുരിശ്. അപ്പോൾ ഞാനതൊന്നും എടുത്ത് കാണിക്കില്ല, വളരെ കനം കുറവാണത്. ഇതിങ്ങനെ ഒരു കുരിശ് വന്നിട്ടുള്ളത്. ഇത് തൂങ്ങപ്പെട്ട കുരിശുള്ള ചെറുത്. ഇത് ഫുൾ സ്റ്റോൺസ്. ഇത് റൂബി വൈറ്റ് തന്നെ വേറെ ഡിസൈൻ. ഇത് റൂബിയും ഗ്രീനും കൂടി. ഇത് മറ്റേ റൂബി ജെയ്ഡ് മിക്സ് കണ്ടോ. അതൊക്കെ നമ്മൾ ഈ കുഞ്ഞ് മാലയമൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് കുരിശാന്ന് തോന്നില്ല, എന്നാൽ കുരിശാണാനും അങ്ങനെ ഇടാൻ പറ്റുന്നതാണ് ഈ റൂബി സ്റ്റോൺസും റൂബി വൈറ്റൊക്കെ ആയിട്ടുള്ള കുരിശ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഡോണിൻ്റെ കളക്ഷനിലുണ്ടായിരുന്നതാണ്. ഈ മറ്റേ പറയുക കേട്ടോ ഇത്. പിന്നെ ഇത് വെറുതെ ഒരു ഡൈ പോലെയാണ് കേട്ടോ, കട്ടിയിൽ ഒരു കുരിശ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുരിശിൻ്റെ കളക്ഷൻ. കുറച്ച് പോയിട്ടോ. അപ്പോൾ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് കുറച്ച് കുരിശുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ്. എന്നാലും ഇത്രയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുരിശ്. ഇപ്പോൾ ഇതിൻ്റെ എക്സ്ട്രാ പീസുകളൊക്കെ ഉണ്ട്. ഞാൻ ഓരോ ഡിസൈൻ മാത്രമേ എടുത്ത് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുരിശിൻ്റെ സെക്ഷൻ. അവിടെ നിന്ന് ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പിള്ളേർ സെറ്റ് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് എന്തുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തൊട്ട് ഒരു തൊണ്ടവേദനയും ഒരു ചെറിയ പനിയുടെ ഒരു കോളും. അപ്പോൾ ഞാൻ ഈ കുട്ടികൾ പോയതിന് ശേഷം ഞാൻ മിണ്ടാണ്ട് പോയിട്ട് കുറച്ച് നേരം ഗുളികയൊക്കെ കഴിച്ച് ഒരു ചുക്കും കുരുമുളകൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നു. അപ്പോൾ ഈ ഫോട്ടോസ് ഞാൻ നേരത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ താലിയുടെയും ഇതിൻ്റെയൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഉഷാറായി എണീറ്റതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോഴേക്കും എൻ്റെ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ മാറി കുട്ടികളതേ തിരിച്ചു വന്നു. അപ്പോൾ പോണ നേരത്തെ ഡിംപിളനോട് പറഞ്ഞു, ഞാൻ അതേ കുട്ടികളെ കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഒരു ചെറിയൊരു ഇതിൽ ഞാൻ കേട്ടു. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചാടി എണീച്ചു കേട്ടോ. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ മാമ്പഴമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഒരു പീസ് അതിപ്പോഴേ നമ്മൾ ശീലിപ്പിക്കുക. അപ്പോൾ അങ്ങനെ മാമ്പഴം കൊടുത്തപ്പോൾ തോമു അത് കഴിച്ചിട്ട് അങ്ങോട്ടും മിണ്ടാണ്ട് പോയി. തോമുവിന് എനിക്ക് തോന്നുന്നു വലിയ ഇഷ്ടമുണ്ടായില്ല. മൂപ്പര് പോയി. പാച്ചു ഞങ്ങളിങ്ങനെ താഴെ അവിടെ ഇരുന്ന് വർത്താനം പറയണ നേരം കൊണ്ട് അവൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ആ മാങ്ങയുടെ ഫുൾ പ്യൂരി കുറച്ച് കഴിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ, മാമ്പഴമായിരുന്നു. അപ്പം ഞാനും ഡിവൈനും ഡിംപിളുമാണ് അവിടെ ഇരിക്കുന്നത്. ഇവൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ അത് മൊത്തം അങ്ങനെ ആക്കി ഫേഷ്യൽ ചെയ്തു, കയ്യുമ്മയും മോത്തും മേത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിംപിൾ ചെയ്യണത് കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇതെടുത്ത് നേരെ മുഖത്ത് വെച്ച് തേച്ച് അവനൊരു രസമായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ വല്ലാണ്ടാവുമെങ്കിലും പക്ഷേ അവസാനം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുളിപ്പിക്കുമ്പോൾ ഏകദേശം ഫേഷ്യൽ ചെയ്ത പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. മിക്കവാറും ഇന്നത്തെ വീഡിയോന് കമൻസ് ടേൺ ഓഫ് ആയിരിക്കും. വേറെ ഒന്നുമല്ല, ഇന്ന് ഫുൾ കുട്ടികളുടെ കണ്ടൻറ്റാണ്. സ്കൂളിൽ പോകുമ്പോഴും പിന്നെ ഇപ്പോൾ ചാക്കോച്ചൻ്റെയും പിന്നെ പാച്ചുവിൻ്റെയും. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ കുട്ടികൾക്ക് ഉള്ള എന്തോ പ്രശ്നങ്ങളുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കമൻസ് ടേൺ ഓഫ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണാവോ എന്ന് വിചാരിക്കുക. ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ഓർണമെൻറ്റ്സ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുക ചെയ്യുക കമൻറ്റ് വഴി. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ അതിൽ എനിക്ക് മറുപടി മാക്സിമം എനിക്ക് മറ്റേ ഇത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്പർ അതിലുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. അത് ബിസിനസ് നമ്പറാണ് കേട്ടോ. അങ്ങനെ ഉച്ചയിൽ തൂണൊക്കെ കഴിഞ്ഞ് പാച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഡാഡിയും മോളും കൂടി ഒന്ന് ടൗണിലേക്ക് പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോയി. പക്ഷേ പുറത്ത് പോയി വന്നപ്പോഴാണ് ഡിംപിൾ പറയേണ്ടായിരുന്നത് ഭയങ്കര വെയിലും ചൂടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം കിച്ചൺ ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഡിംപിൾ പുറത്ത് പോയതല്ലേ, ഡിവൈനാച്ചാൽ കുട്ടികളായിട്ട് മുകളിലേക്കും പോയി. അപ്പോൾ അവരിതേ പുറത്ത് പോയി തിരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കിയത്. കാരണം അതുവരെ ഞാൻ കുറച്ച് നേരം ഗ്രൂപ്പിലെ കുട്ടികളായിട്ട് അങ്ങനെ ചാറ്റ് ചെയ്തിരുന്നു. പിന്നെ ദേ നമ്മളുടെ 1-2 പേര് കുറച്ച് 8 പേടിയുടെ മാലകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ കാണിക്കുന്നതോടുകൂടി നിങ്ങൾക്കും കാണാമല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ള മാലകളാണ് കേട്ടോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ യൂസ് ചെയ്യാം. സാധാരണ നേരിയത് 8 പിടിയുണ്ട്, 10 പിടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പേരുടെ വിചാരം നമ്മളുടെ കയ്യിൽ മറ്റ് സാധനങ്ങളുള്ളൂന്ന്. ഇതൊക്കെ സാധാരണ ഇടുന്ന താലിമാലകളും നമ്മളുടെ കയ്യിൽ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇന്ന സാധനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലും കൊടുക്കുന്നുണ്ടല്ലോ നമ്പർ, ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഇന്ന സാധനം വേണം ആൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫോൾഡർ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ഓരോന്ന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് സമയം പോയത് അറിഞ്ഞില്ല ഞാൻ. അപ്പോൾ വേഗം തട്ടിപ്പടഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് നമ്മുടെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു. പിന്നെയാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഈ സമയത്താണ് ഞാൻ അവർക്ക് ഞാൻ കിടക്കണതിന് മുമ്പ് പാല് കൊടുക്കും കേട്ടോ പട്ടികൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സമയമാകുമ്പോഴാണ് ഞാൻ അവർക്ക് ഇറച്ചി
സാധാരണ വാരി കൊടുക്കുന്നതാണ് ഈ സമയത്ത്. പക്ഷേ ഇപ്പം എനിക്ക് പുറത്തിറങ്ങിയിട്ട് വാരി കൊടുക്കാൻ പറ്റില്ല, നിറച്ച് കൊതുവാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് വാരി കൊടുക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ അതേ പ്ലാവ് എന്ത് ഭംഗിയിലാണ് നിൽക്കണമെന്ന് നോക്കി അത്രയും പൊക്കത്തിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഇത് ഉയരത്തിലേക്ക് പോകും തോറും എനിക്ക് പേടിയാണ്, വെയിറ്റ് കൂടും തോറും അതിൻ്റേതായ ഭാരം വരുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നും പറഞ്ഞു ഡാഡിയോട് അതൊന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മൾക്ക് അനുവാദം കിട്ടിയാൽ മതി, നമ്മളത് വെട്ടി അത് ശിഖരങ്ങളൊന്ന് വെട്ടിയാൽ മതിയില്ല. അപ്പോൾ വെയിറ്റ് കുറയുമ്പോൾ അതിന് വല്ലാണ്ട് ഭാരം ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ അത് പറയണം, അല്ലാണ്ട് ഇപ്പോൾ നിവൃത്തിയില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡാഡി പുറത്ത് പോയി വന്നപ്പോൾ പപ്സും കൊണ്ടാണ് വന്നേട്ടോ. എഗ് പപ്സും വെജിറ്റബിൾ പപ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വെച്ച് അത് കുടിച്ചു. അപ്പോൾ രാത്രിയിലേക്കുള്ള ഞാൻ വേഗം ബീഫ് കറി, ഇവരൊക്കെ ഉറങ്ങിയ സമയത്ത് ഞാൻ വേഗം എണീറ്റ് ബീഫ് കറി വെച്ചു. ബീഫ് റോസ്റ്റ് ചെയ്തു, നമ്മളുടെ പണ്ടത്തെ വെപ്പ് റോസ്റ്റ് ചെയ്തു. മീൻ കൂട്ടാനിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്കാണ് മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നത്, മീൻ കൂട്ടാനിൽ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ടി വി വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് അവിടെ പാടുന്നത്. അപ്പോൾ ഡോണ അവനെ കാണാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോൾ അവനെ എത്തിച്ച് നോക്കുന്ന സംഭവമാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ് ചാക്കോച്ചൻ്റെ. ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള പാട്ടായി കഴിഞ്ഞാൽ അവൻ ആ വാക്കറിൽ തുഴഞ്ഞ് ഓടിപ്പോയിട്ട് ടി വിയുടെ മുമ്പിൽ പോയിട്ട് അവിടെ ഹാജരാണ് മൂപ്പര്. അതുപോലെ തന്നെ അമ്മ അടുക്കളയിലുണ്ടെങ്കിൽ അവന് അമ്മേനെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടി വന്നിട്ട് അമ്മയുടെ അടുത്ത് വരും. അങ്ങനെ എന്താ പറയുക, അവൻ ഇപ്പോൾ ഓട്ടമാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ വാക്കറിലുള്ള ഓട്ടമാണ്. 4 കാലുമുള്ള ഓട്ടം വേറെ, വാക്കറിലുള്ള ഓട്ടം വേറെ. അപ്പം ഇനി ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വളരെ കുറവ് എണ്ണം, ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇത്തിരി കൂടിപ്പോയി കാണിച്ചതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ കുറവ് കാണിക്കുന്നുള്ളൂ, ഒരു 5-6 ഐറ്റം മാത്രം കേട്ടോ. അപ്പോൾ ഇത് ഈ ചെറിയ മറ്റേ കോളേജ് കുട്ടികൾക്കായാലും സാരിക്കായാലും ഇടാൻ പറ്റിയ കൊച്ചു മാല. ഇത് ബ്ലാക്ക് സ്റ്റോണാണ് കേട്ടോ. ഇത് സാധാരണ അതെങ്ങനെ ബാക്കിൽ ചെയിനൊക്കെ ആയിട്ടുള്ള കൊച്ചു മാല. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്, അതേതാണ് ഡാഡി? അതിൻ്റെ തന്നെ റെഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ റെഡും ബ്ലാക്കുമാണ് ഇതിലുള്ള 2 കളേഴ്സ്. അപ്പോൾ രണ്ടും നല്ലതാണ് കേട്ടോ. അതുപോലെ ഇനി അടുത്തത് അതിൻ്റെ ചെറുത്, അതിൻ്റെ കുഞ്ഞുമണി. ഇതൊന്ന് ഇട്ട് കാണിക്കണം തോന്നണു അല്ലേ? ഇതൊന്ന് ഇട്ടു ഡാഡി. ഇതിപ്പോൾ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, കൊച്ച് മണികൾ. മറ്റേ ഇത് മറിച്ചിട്ടേക്കാണ് കേട്ടോ ഞാൻ. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പുറം. മറുപുറമാണ് ഇത്. കണ്ടോ, കല്ലിങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു മാലയാണ് കേട്ടോ. ഇനി വരാൻ പോണ മാലകളാണ് നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്ന മാലകൾ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ 6 പിടി 8 പിടി 10 പിടി ഒക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് ചെയ്തിപ്പോൾ കോളേജ് കുട്ടികൾക്കും പിന്നെ എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ ബാക്കിലില്ലാണ്ട് സംഭവം മതി, പകുതി മതി. അതായത് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് ഫുൾ ഉണ്ടാവാറുണ്ട്, ഇത് പകുതി മതി. പകുതിയിൽ വെച്ച് ശരിക്കും പകുതി തന്നെയല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ പകുതിയിൽ വെച്ചിട്ടുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ഡിസൈനും ഈ ഒരു പാറ്റേണിലേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, സാരിക്കോ ചുരിദാറിനോ ഒക്കെ ഇടാം. എന്നാൽ നെക്ലസ് 6 പിടിയല്ല, എന്നാൽ 8 പിടിയല്ല, അങ്ങനത്തെ ഒരു സൈസാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിലിങ്ങനെ നെക്കും ഇടുമ്പോൾ ഏകദേശം സൈസ് മനസ്സിലാവും. 6 പിടിയല്ല 8 പിടിയല്ല, എന്നാൽ എന്താ പറയുക, നല്ല ഭംഗിയിൽ കഴുത്തിന് താഴെ ഇറങ്ങി കിടക്കുകയും ചെയ്യും. കണ്ടോ, ഈ അളവിലാണ് ബാക്കിയൊക്കെ എല്ലാ മാലകളും കേട്ടോ. ഒരു 4-5 ഡിസൈൻ മാലകളുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ലൈറ്റ് ബ്ലൂ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ, പേസ്റ്റൽ ബ്ലൂ എന്ന് പറയാൻ വേണമെങ്കിൽ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെയാണ് കേട്ടോ, ചുരിദാറിനോ കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ചെയിനും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് സംഭവം. ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നു. ഇതൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ വേണമെങ്കിൽ ഇനിയിപ്പോൾ നെക്ലസ് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതില്ലാണ്ട് ചെറുതാക്കി തരാം. ഇനി ലോങ് വേണമെങ്കിൽ ലോങ് ആയിട്ട് തരാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേറൊരു പാറ്റേൺ. ഇതിൻ്റെ ഒക്കെ 8 പിടി ഉണ്ട് കേട്ടോ. 8 പിടിയും 6 പിടിയും നിങ്ങൾക്കറിയാമല്ലോ, വലിയ ഇതാണ്. അതുമെന്നാണ് നമ്മളിത് ചെറുതാക്കി കൊണ്ടുവരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡായിട്ട് പോകുന്നൊരു സംഭവം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. ഇതൊക്കെ സ്റ്റോൺസാണ്, പലതരം കല്ലുകളാണ് കേട്ടോ. പലതരം മറ്റേ ഗാർണറ്റ് ഉണ്ട്, ടർക്കോയ്സ് ബ്ലൂ ഉണ്ട്, പേളുണ്ട്. എന്നാൽ നവരത്നം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലതരം മൾട്ടി കളറ്
ബീഡ്സാണ് കേട്ടോ. എല്ലാ കളറുകളും ഉണ്ട്. നല്ല തരം കല്ലാണ്, സ്റ്റോണാണിത് കേട്ടോ. മുത്തല്ല, സ്റ്റോണാണ്. പേള് മാത്രമാണ് ഇങ്ങനെയുള്ളത്, ബാക്കിയൊക്കെ സ്റ്റോൺസാണ് കേട്ടോ. ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു മാലയാണ്. ഇതേ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കാരണമാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ തന്നെ 8 പിടിയും 10 പിടി വേണമെങ്കിൽ 10 പിടിയാക്കാം. 10 പിടിയുടെ ആവശ്യമില്ല എന്നാലും. അപ്പം ഞാൻ ഇന്നിപ്പോൾ തൽക്കാലം ഇത്ര മാലയെ കാണിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ലോക്കറ്റിൻ്റെ ബാക്കി കുരിശും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇനി ഞാൻ കിടക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഇന്ന് കുറേ ലേറ്റായിട്ടോ. കാരണം കുറേ അധികം ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കിട്ടുന്ന സമയത്തൊന്നും, പിന്നെ ഞാൻ ഉച്ചയ്ക്കൊന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയ കാരണം കുറച്ച് നേരം രാത്രി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒതുക്കി കുട്ടികളൊക്കെ കുട്ടികളൊക്കെ പോയി ഡിംപിൾ കുളിക്കാൻ പോയി. ഡിംപിൾ കുളിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ പാച്ചുട്ടൻ അപ്പാപ്പനായിട്ടുള്ള കളി. അപ്പോൾ ആ സമയത്താണ് ഞാനൊന്ന് കിച്ചനും ഒതുക്കലും അവരെ കൂട്ടിൽ കയറ്റലും ആ സമയത്താണ് എൻ്റെ പണി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവർക്ക് എപ്പോഴും അത് ഈ ഡോറ് എപ്പോഴും തുറന്നിരിക്കും. അപ്പോൾ ഞാൻ എന്നും അത് വന്നിട്ട് അടക്കില്ല പണി, കാരണം പാറ്റ കയറിയാലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അന്നത്തെ ആ സിമെൻറ്റിൻ്റെ മറ്റേ ചെതലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പാറ്റയൊക്കെ വളരെ കുറവാട്ടോ, അങ്ങനെ ഇല്ലയെന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ പതിവ് പോലെ വെള്ളം വെച്ചു. മാതാവിനോട് നമ്മൾ നന്ദി പറഞ്ഞു. അപ്പോൾ കുറേ കുട്ടികൾ പറഞ്ഞു അവരും ഇങ്ങനെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയത്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇത്രയും പേരുണ്ടെങ്കിൽ ഒരു 3-4 ആൾ ഇന്നും ഞാൻ എന്തൊക്കെ ചെയ്യണോ, ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ പറയാമെന്ന് വിചാരിച്ച് കച്ച കെട്ടി നടക്കുന്ന 2-3 പേരുണ്ട് ഇന്നും ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കണില്ല, കാരണം അവരുടെ വിവരമില്ലായ്മ അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഡിംപിൾ കുളി കഴിഞ്ഞ് വന്നു. പാച്ചു കുരിശ് വരച്ച് കിടക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അവന് ശരിക്കും ഉറക്കം വരുന്നുണ്ട്, എന്നാലും അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ കിടക്കാൻ പോവാം. അപ്പോൾ അപ്പാപ്പൻ്റെ അടുത്തുള്ള കളി കഴിഞ്ഞിട്ടില്ല. അവന് ഇവിടെ നിന്ന് നേരെ ഡിംപിളൊന്ന് ഓക്കെ ആവണ വരെ, മുടിയൊക്കെ ഒന്ന് കോന്തണ വരെ അവൻ അപ്പാപ്പൻ്റെ കൂടെയാണ് കേട്ടോ കുറച്ച് നേരം ഇരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ടാണ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് ഞങ്ങളുടെ ഡെയിലി കാര്യങ്ങൾ നടക്കുന്ന സമയങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് സ്തുതി തരാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കുട്ടി കുറുമ്പ് കാണിക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 4 കാലുമ്പോൾ പോയി. ഇപ്പോൾ പാച്ചു ചാക്കോച്ചൻ നടക്കണം കണ്ടിട്ട് അവനും അതെ ഇടയ്ക്ക് എന്നെ പറ്റിക്കേണ്ടത് 4 കാലുമ്പോൾ നടക്കും. അങ്ങനെ അവനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കുറുമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അവൻ്റെ കുറുമ്പ്. അതായത് ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കുക, ഒരു എന്താ പറയുക, ഒരു പക്വത വന്നിട്ടുള്ള ചിരിയും കളിയും ബഹളമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മുഴുവൻ കളിയും തമാശയൊക്കെ അവൻ്റെ അപ്പാപ്പൻ്റെ അടുത്താണ്. അപ്പാപ്പനെ കടിക്കുക, അപ്പാപ്പനെ അടിക്കുക, അപ്പാപ്പനെ പിന്നാലെ ഓടിച്ചിടുക, ഇതൊക്കെയാണ് അവൻ്റെ മെയിൻ പണി. അങ്ങനെ അവരമ്മയും മോനും കിടക്കാൻ പോയി, അപ്പാപ്പനും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പരിപാടികൾ അവസാനിപ്പിക്കുക. അപ്പം ഞാൻ നമ്മളുടെ എല്ലാ ഭാഗവും കണ്ടോ ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റേതിൻ്റെ ഇത് ഉണങ്ങിയിട്ടില്ല കേട്ടോ, നമ്മളുടെ ഇതിൻ്റെ ഷീറ്റ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ ഞാൻ പനിയായിട്ട് രാവിലെ എണീറ്റപ്പോൾ വിചാരിച്ചു കർത്താവ് ഇനി എങ്ങനെയാണാവുമെന്ന്. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് തമ്പുരാൻ 2 കൈ കൊണ്ട് നമ്മളെ കാത്തു. അപ്പോൾ നാളെ ജൂലൈ 4 പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്, ഞാൻ നാളെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.